ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് അത് അഭിഷേക് സിംഗിന്റെ പേരാണ്. പഞ്ചാബ് FC-യുടെ യുവ സൂപ്പർ താരമായ ഇദ്ദേഹം വിങ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. ആദ്യം തന്നെ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ അത് എളുപ്പമാവില്ല എന്ന് കണ്ടതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് പിൻവാങ്ങി. പിന്നീട് ഈസ്റ്റ് ബംഗാൾ താരത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിച്ചു. അതുപോലെ തന്നെ FC ഗോവയും വലിയ രൂപത്തിൽ ശ്രമിച്ചിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് മോഹൻ ബഗാനും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ FC ഗോവയും പിന്മാറുകയായിരുന്നു. അത്രയേറെ സാലറി ഡിമാൻഡും അതുപോലെ തന്നെ ട്രാൻസ്ഫർ തുകയുമായിരുന്നു ഈ ഡീലിൽ ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോഴിതാ മോഹൻ ബഗാന്റെ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടുണ്ട്. അതായത് മോഹൻ ബഗാൻ അദ്ദേഹത്തെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ളത് ഖേൽ നൗ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ 8 കോടി രൂപയാണ് ഇപ്പോൾ മോഹൻ ബഗാന് ചിലവഴിക്കേണ്ടി വരുന്നത്. അതായത് പഞ്ചാബ് FC-ക്ക് ട്രാൻസ്ഫർ തുകയായി കൊണ്ട് 1.8 കോടി രൂപയാണ് മോഹൻ ബഗാൻ നൽകുന്നത്. 3 വർഷത്തേക്കാണ് ഈ താരത്തിന് കോൺട്രാക്ട് നൽകിയിട്ടുള്ളത്. കൂടാതെ 1 വർഷത്തേക്ക് കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. അതായത് ഒരു സീസണിൽ ആവറേജ് 2.1 കോടി രൂപയാണ് സാലറി ആയിക്കൊണ്ട് ഇപ്പോൾ അഭിഷേക് സിംഗിന് മോഹൻ ബഗാൻ നൽകുക. ബോണസുകൾ അടക്കം ആകെ 8 കോടി രൂപയുടെ ഒരു ഡീലാണ് ഇപ്പോൾ മോഹൻ ബഗാൻ നടത്തിയിട്ടുള്ളത്. അഭിഷേക് സിംഗിന്റെ കാര്യത്തിൽ ആകെ അവർക്ക് വരുന്ന ചിലവ് അത് 8 കോടി രൂപയാണ്. പക്ഷെ ഒരു ഭാവി വാഗ്ദാനത്തെയാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. സമീപകാലത്ത് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിയ താരമാണ് അഭിഷേക് സിംഗ്. ഒരുപാട് ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ള താരമായിരുന്നു. ഏറ്റവും ഒടുവിൽ മോഹൻ ബഗാൻ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.